നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാഹുൽ ഗാന്ധിക്കെതിരെ തിന്മകളുടെ ശക്തികൾ ഒന്നിച്ചിരിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി. എടക്കരയിൽ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കുന്ന ഏപ്രിൽ 24 വൈകിട്ട് 6 മണി മുതൽ വോട്ടെടുപ്പിന്റെ പിറ്റേന്ന് രാവിലെ 6 മണി വരെ മലപ്പുറം ജില്ലയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ച് ജില്ലാ മജിസ്ട്രേറ്റും ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും ജില്ലാ കളക്ടറുമായ VR വിനോദ് ഉത്തരവിട്ടു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് സംസ്ഥാനത്തെ എല്ലാ മദ്യവിൽപ്പനശാലകളും ബുധനാഴ്ച വൈകിട്ട് 6 മണി മുതൽ അടച്ചിടും. ബുധനാഴ്ച വൈകിട്ട് 6 മുതൽ തിരഞ്ഞെടുപ്പ് ദിവസം വൈകിട്ട് 6 മണി വരെയാണ് മദ്യവിൽപ്പനശാലകൾ അടച്ചിടുന്നത്. PV അൻവർ MLA കോലത്തിന് ചങ്ങല പൂട്ടിയിട്ട് നിലമ്പൂരിൽ UDSF പ്രതിഷേധം. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള PV അൻവർ MLA അധിക്ഷേപത്തിന് പ്രേരണ മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് ചാണ്ടി ഉമ്മൻ MLA. കൃഷിയിടത്തിൽ നിന്നും കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തു. നിലമ്പൂർ കേരള എസ്റ്റേറ്റ് വില്ലേജിൽ പട്ടിക്കാടൻ വീട്ടിൽ മുഹമ്മദ് ശൈലേഷിന്റെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടത്തിൽ നിന്നാണ് കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തത്. വാർത്തകൾ വിശദമായി. രാഹുൽ ഗാന്ധിക്കെതിരെ തിന്മകളുടെ ശക്തികൾ ഒന്നിച്ചിരിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി. എടക്കരയിൽ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. രാഹുൽ ഗാന്ധിക്കെതിരെ തിന്മകളുടെ ശക്തികൾ ഒന്നിച്ചിരിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി. നിലമ്പൂർ എടക്കരയിൽ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. The demarcation of the buffer zone was taking place. He forced the government to safeguard your livelihood. നിങ്ങളുടെ ഇവിടെ ബഫർ സോണിന്റെ അതിർത്തി നിർണ്ണയിക്കുന്ന സമയം വരുമ്പോൾ നിങ്ങളുടെ വരുമാന മാർഗ്ഗം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിനോട് നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പോരാടി നിന്നു. And the Nanjangud-Nilambar railway line issue he has raised both the CMs of Kerala and Karnataka. നിങ്ങൾക്ക് പ്രധാന നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ പ്രശ്നം അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിലും അതുപോലെ തന്നെ കർണാടകത്തിലെ മുഖ്യമന്ത്രിമാരോടും അദ്ദേഹം ഇതേക്കുറിച്ച് സംസാരിച്ചു. That members of parliament get for their constituency. In Kerala, the expenditure of the MP LED fund has been one of the most here in Wayanad. MPമാർക്ക് അവരുടെ പ്രാദേശിക ഏരിയയുടെ വികസനത്തിന് വേണ്ടി ഫണ്ട് ലഭിക്കും. കേരളത്തിൽ ആ ഫണ്ടിൽ ഏറ്റവും കൂടുതൽ അധികം ചെലവഴിച്ച ഒരു നിയോജക മണ്ഡലമാണ് വയനാട്. രാജ്യത്തെ ജനങ്ങളെ വിഭജിച്ച് ഭരിക്കുക എന്ന നയമാണ് നരേന്ദ്രമോദി സ്വീകരിക്കുന്നത്. തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് കഴിഞ്ഞ 10 വർഷത്തെ മോദി സർക്കാരിന്റെ ഭരണ നേട്ടം. കർഷകർ ഉൾപ്പെടെ ജീവിക്കാൻ വേണ്ടി സമരം ചെയ്യുമ്പോഴാണ് നരേന്ദ്രമോദി 61 ലക്ഷം കോടി രൂപ കോർപ്പറേറ്റുകൾക്കായി എഴുതി തള്ളിയത്. രാഹുൽ ഗാന്ധി മണ്ഡലത്തെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന MP-യാണ്. നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും മണ്ഡലത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ തയ്യാറായിട്ടില്ലെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. കേരള മുഖ്യമന്ത്രിക്ക് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുവാൻ 100 നാക്കാണെന്നും അവർ പറഞ്ഞു. എടക്കര മുണ്ടയിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ പ്രിയങ്ക ഗാന്ധി 3 മണിയോടെയാണ് യോഗത്തിലേക്ക് എത്തിയത്. 40 മിനിറ്റോളം സംസാരിച്ചു. തുടർന്ന് കാർ മാർഗം വണ്ടൂരിലേക്ക് പോയി. AP അനിൽകുമാർ MLA, PV അബ്ദുൽ വഹാബ് MP, DCC പ്രസിഡന്റ് VS ജോയ്, KPCC ജനറൽ സെക്രട്ടറി ആരണൻ ഷൌക്കത്ത് എന്നിവരും പങ്കെടുത്തു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കുന്ന ഏപ്രിൽ 24 വൈകിട്ട് 6 മണി മുതൽ വോട്ടെടുപ്പിന്റെ പിറ്റേന്ന് രാവിലെ 6 മണി വരെ മലപ്പുറം ജില്ലയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ച് ജില്ലാ മജിസ്ട്രേറ്റും ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും ജില്ലാ കളക്ടറുമായ VR വിനോദ് ഉത്തരവിട്ടു. തിരഞ്ഞെടുപ്പ് സംബന്ധമായ നിയമവിരുദ്ധമായ സംഘം ചേരൽ, പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കൽ, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ തിരഞ്ഞെടുപ്പ് സംബന്ധിയായ കാര്യങ്ങളുടെ പ്രദർശനം, സംഗീത പരിപാടികളോ മറ്റ് വിനോദ പരിപാടികളോ സംഘടിപ്പിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണം എന്നിവയ്ക്കെല്ലാം ഈ കാലയളവിൽ വിലക്കുണ്ട്. ജനങ്ങളുടെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട സന്ദർശനങ്ങൾക്കും യാത്രയ്ക്കും മറ്റും നിരോധനാജ്ഞ ബാധകമല്ലെന്നും ഉത്തരവിൽ പറയുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് സംസ്ഥാനത്തെ എല്ലാ മദ്യവിൽപ്പനശാലകളും ബുധനാഴ്ച വൈകിട്ട് 6 മണി മുതൽ അടച്ചിടും.
ബുധനാഴ്ച വൈകിട്ട് 6 മുതൽ തിരഞ്ഞെടുപ്പ് ദിവസം വൈകിട്ട് 6 മണി വരെയാണ് മദ്യവിൽപ്പനശാലകൾ അടച്ചിടുന്നത്. തിരഞ്ഞെടുപ്പ് ദിവസമായ ഏപ്രിൽ 26-ന് സംസ്ഥാനത്ത് പൊതു അവധിയായി നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. വോട്ടെണ്ണൽ നടക്കുന്ന ജൂൺ 4-നും മദ്യവിൽപ്പനശാലകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. PV അൻവർ MLAയുടെ കോലത്തിന് ചങ്ങലപ്പൂട്ടിട്ട് നിലമ്പൂരിൽ UDSF പ്രതിഷേധം. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള PV അൻവർ MLAയുടെ അധിക്ഷേപത്തിന് പ്രേരണ മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് ചാണ്ടി ഉമ്മൻ MLA. പ്രതിഷേധം നിലമ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ രാജ്യത്തെ നയിക്കുന്ന നേതാവാണ്. അദ്ദേഹത്തെ അവമാനിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ തന്നെ അവമാനിക്കുകയാണ്. അങ്ങനെ അപമാനിക്കുന്ന ഒരു തരത്തിൽ ഒരു പ്രസ്താവന ഒരു MLAയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. നിലമ്പൂരിനെ സംബന്ധിച്ച് ഇത് ജനങ്ങൾ തലകുനിക്കുന്ന ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ പ്രസ്താവനയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. പിന്നെ അവരവരുടെ സംസ്കാരമനുസരിച്ച് മാത്രമേ അവരവർ ലോകത്തെ കാണത്തുള്ളൂ. നമുക്കിപ്പോൾ നമ്മുടെ സംസ്കാരം അനുസരിച്ചാണ് നമ്മൾ ലോകത്തെ ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും തന്റെ സംസ്കാരം അനുസരിച്ച് കാര്യങ്ങൾ കാണും, കാര്യങ്ങൾ വിസ്തരിക്കും, വിവരിക്കും. അതിനൊന്നും എല്ലാത്തിനും നമ്മൾ മറുപടി പറയണ്ട. മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന നിലപാടാണ് CPM-ഉം CPI-യും സ്വീകരിക്കുന്നത്. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിനെതിരെ MM മണിയും രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി വിജയനും നടത്തുന്ന അധിക്ഷേപങ്ങളുടെ തുടർച്ചയാണ് PV അൻവർ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയത്. അവരവരുടെ സംസ്കാരമാണ് PV അൻവർ MLAയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. ഒരു MLAക്ക് ചേർന്ന വാക്കാണോ പ്രയോഗിച്ചത് എന്ന് അൻവർ ഓർക്കുന്നത് നല്ലതാണ്. അൻവർ നടത്തിയ അധിക്ഷേപത്തിന് വയനാട്ടിലെ വോട്ടർമാർ മറുപടി നൽകും. 1 മാസം കഴിഞ്ഞാൽ പ്രധാനമന്ത്രി സ്ഥാനത്തായിരിക്കും രാഹുൽ ഗാന്ധി എന്ന കാര്യം മറക്കരുതെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. DCC പ്രസിഡന്റ് VS ജോയ്, KSU ജില്ലാ പ്രസിഡന്റ് EK അൻഷിദ്, വൈസ് പ്രസിഡന്റ് സമീർ ഖാസിം, ഇല്ലിക്കൽ സഫ്വാൻ, അമീർ പൊറ്റുമൽ, ആരോമൽ ശ്രീകാന്ത്, ഷിബു പുത്തൻവീട്ടിൽ, ഷിബിൽ നിലമ്പൂർ, അജീവദ്, ഷഫീഖ് വൺലോടി തുടങ്ങിയവർ സംസാരിച്ചു. PV അൻവർ MLAയുടെ കോലം ചങ്ങലക്കിട്ട് MLA ഓഫീസിനു സമീപത്തു നിന്നുമാണ് പ്രകടനം തുടങ്ങിയത്. യോഗത്തിന് ശേഷം കോലം ടൗണിലെ പോസ്റ്റിൽ സ്ഥാപിച്ചാണ് പ്രതിഷേധക്കാർ മടങ്ങിയത്. കൃഷിയിടത്തിൽ നിന്നും കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തു. നിലമ്പൂർ കേരള എസ്റ്റേറ്റ് വില്ലേജിൽ പട്ടിക്കാടൻ വീട്ടിൽ മുഹമ്മദ് ശൈലേഷിന്റെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടത്തിൽ നിന്നാണ് കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തത്. നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ AR രതീഷിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കൃഷിയിടത്തിൽ ഇരുമ്പു ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ഷെഡിന് പുറകിലായി 5 മാസം പ്രായമായ 3.15 മീറ്റർ, 2.43 മീറ്റർ, 2.40 മീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. NDPS കേസെടുത്തു. കഞ്ചാവ് ചെടി നട്ട് പരിപാലിച്ചിരുന്ന പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. നിലവിൽ ആരെയും പ്രതി ചേർക്കാതെയാണ് കേസെടുത്തിട്ടുള്ളത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ AR രതീഷിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രശാന്ത് PK, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റിജു, ദിനേഷ് C, ഡ്രൈവർ മഹ്മൂദ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. നിലമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ പിൻഭാഗത്തെ സ്ഥലത്ത് തീപിടുത്തം. അഗ്നിരക്ഷാ സേനയുടെയും സ്കൂൾ ജീവനക്കാരുടെയും അവസരോചിത ഇടപെടൽ തീ പടരുന്നത് തടയാനായി. തീ കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സ്കൂൾ ജീവനക്കാർ നിലമ്പൂർ അഗ്നിരക്ഷാ സേനയെ വിവരമറിയിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ ഹരീഷിന്റെ നേതൃത്വത്തിലെത്തിയ അഗ്നിരക്ഷാ സേന അരമണിക്കൂർ കൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കി. 15 സെന്റ് സ്ഥലത്തെ അടിക്കാടുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ഇവിടെയുള്ള വലിയ തേക്കുമരങ്ങളുടെ പകുതി ഭാഗത്തിലേറെയും കത്തിനശിച്ചു. ഓടിട്ട് പഴയ സ്കൂൾ കെട്ടിടം മരങ്ങളുടെ ഉരുപ്പടികൾ കൊണ്ട് നിർമ്മിച്ചതാണ്. സ്കൂളിലേക്ക് തീ പടരുമോ എന്ന ആശങ്കയും ഉണ്ടായിരുന്നു. 7ഓളം ജീവനക്കാർ സ്കൂളിൽ ഉണ്ടായിരുന്നതാണ് വലിയ ദുരന്തം ഒഴിവാക്കുവാൻ കാരണമായത്. കടുത്ത വേനലിൽ ജലക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ ചൂടിന്റെ കാഠിന്യം കുറയാനും മഴ പെയ്യാനും കുടിവെള്ളക്ഷാമം ഇല്ലാതാക്കാനും വ്യത്യസ്ത പരിപാടിയുമായി ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏനാന്തി കൊയപ്പാൻ വളവ് നിവാസികൾ നല്ലം തണ്ണി അങ്ങാടിയിൽ നടന്ന പരിപാടിയിൽ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും മധുരപാനീയം വിതരണം ചെയ്തു. മഴ പെയ്യാൻ എല്ലാവരും അവനവന്റേതായ മതത്തിലുള്ള പ്രാർത്ഥന നടത്തുവാനും ആഹ്വാനം ചെയ്തു. ചെറിക്കവുങ്ങിൽ കല്ലിങ്ങൽ ഫാസിൽ, രാജീവ് നല്ലംതണ്ണി, സൈനുദ്ദീൻ, ജയേഷ്, സുരാബ്, ഷിഹാബ്, സലീം LIC, ദിനേശൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മധുരപാനീയം വിതരണം ചെയ്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.